എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പാർട്ട് 1, പാർട്ട് 2 ജിയോഗ്രഫിയുടെ ക്ലാസ് ഫയർമാൻ എക്സാമിനോട് അനുബന്ധിച്ചുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് പിന്നീട് ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും എല്ലാ ക്ലാസ്സിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണമെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ധാരാളം ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു കാരണത്തെ മുൻനിർത്തിക്കൊണ്ടാണ് എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം എന്ന് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ധാരാളം ചോദ്യങ്ങൾ വരിക എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഷോർട്ട് നോട്ടൊക്കെ തയ്യാറാക്കി തന്നെ പഠിച്ചു പോവുക. നമ്മുടെ എക്സാമിനോടനുബന്ധിച്ച് മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ ചോദ്യം നോക്കിയേ, അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷനിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏതാണ് ആ ഉപകരണം എന്നുള്ളത് അല്ലേ. അനിമോമീറ്റർ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? കാറ്റിന്റെ വേഗത അളക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. കാറ്റിന്റെ വേഗത അളക്കാൻ വേണ്ടിയിട്ടാണ്. കാറ്റിന്റെ വേഗത അളക്കാനായിട്ടുള്ള ഉപകരണമാണ് ഏത്? അനിമോമീറ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ തെർമോമീറ്ററോ? താപനില അളക്കാനുള്ള ഉപകരണമാണ് അല്ലെ. താപനില അളക്കാനുള്ളത് താപനില. അപ്പം അനിമോമീറ്റർ കാറ്റിന്റെ വേഗത, തെർമോമീറ്റർ താപനില. അങ്ങനെയാണെങ്കിൽ മെർക്കുറി ബാരോമീറ്ററോ? മെർക്കുറി ബാരോമീറ്റർ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മെർക്കുറി ബാരോമീറ്റർ. അപ്പം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെർക്കുറി ബാരോമീറ്റർ കണ്ടെത്തിയത് ആരാണ്? അത് ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലിയാണ് കേട്ടോ. ടോറിസെല്ലിയാണ്. ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലിയാണ്. മെർക്കുറി ബാരോമീറ്റർ കണ്ടെത്തിയത് കേട്ടോ. മെർക്കുറി ബാരോമീറ്റർ കണ്ടെത്തിയത് ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലിയാണ് മെർക്കുറി ബാരോമീറ്റർ കണ്ടെത്തിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിൻഡ് വെയിനോ? വിൻഡ് വെയിന് എന്താണ്? വിൻഡ് വെയിന് കാറ്റിന്റെ ദിശ അളക്കാനായിട്ടാണ് അല്ലെ. കാറ്റിന്റെ ദിശ അളക്കാനായിട്ടാണ് വിൻഡ് വെയിൻ ഉപയോഗിക്കുന്നത്. കാറ്റിന്റെ ദിശ അളക്കാനായിട്ട്. അപ്പം എന്താണ് അനിമോമീറ്റർ? എന്തായിരുന്നു? എന്തിനു വേണ്ടിയിട്ടുള്ള ഉപകരണമാണ്? കാറ്റിന്റെ വേഗത അളക്കാനായിട്ടുള്ള ഉപകരണമാണ്. മെർക്കുറി ബാരോമീറ്റർ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം. അതുപോലെ ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലിയാണ് അന്തരീക്ഷ മർദ്ദം എന്ന ഉപകരണം കണ്ടെത്തിയത്. ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലിയാണ്. വിൻഡ് വെയിൻ എന്തിനു വേണ്ടിയിട്ടുള്ള ഉപകരണമാണ്? കാറ്റിന്റെ ദിശ അളക്കാനായിട്ടുള്ള ഉപകരണമാണ്. അപ്പം ഇവാഞ്ചലിസ്റ്റ് ആണ് കേട്ടോ. ഇവാഞ്ചലിസ്റ്റ. അപ്പം അത്രയും കിട്ടിയില്ലേ? ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി കേട്ടോ. ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി. ഇനി നോക്കിയേ, അടുത്തൊരു ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ലോക ഭൗമദിനം ആഘോഷിക്കുന്നത് എന്നാണ് എന്നുള്ളതാണ് കേട്ടോ. ലോക ഭൗമദിനം ആഘോഷിക്കുന്നത്. അപ്പൊ ജൂൺ 5 എന്താണ്? ജൂൺ 5 പരിസ്ഥിതി ദിനമാണ് അല്ലെ. പരിസ്ഥിതി ദിനമാണ്. നമുക്കറിയാം ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് തൈയൊക്കെ തന്നിട്ടുണ്ടല്ലേ. തൈയൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികളിൽ സ്പീച്ച് ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ കഥാപ്രസംഗം, കവിത, ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പങ്കെടുത്തിട്ടുണ്ടല്ലേ. അപ്പം ജൂൺ 5 പരിസ്ഥിതി ദിനമാണ് എന്ന് നമുക്കറിയാം. ഇനി ഡിസംബർ 11 എന്താണ്? അത് അന്താരാഷ്ട്ര പർവ്വത ദിനമാണ് കേട്ടോ. ഇന്റർനാഷണൽ മൗണ്ടൻ ഡേ ആണ് ഡിസംബർ 11. എന്താണ്? അന്താരാഷ്ട്ര പർവ്വത ദിനം. അന്താരാഷ്ട്ര പർവ്വത ദിനമാണ് ഡിസംബർ 11. അന്താരാഷ്ട്ര പർവ്വത ദിനം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർച്ച് 22-നോ? മാർച്ച് 22 ജലദിനമാണ് അല്ലെ. മാർച്ച് 22 ജലദിനമാണ് അല്ലെ. ജലദിനം. മാർച്ച് 22 ജലദിനമാണ്. അപ്പം ഏപ്രിൽ 22 എന്താണ്? ഏപ്രിൽ 22 ലോക ഭൗമദിനം. ലോക ഭൗമദിനം ഏപ്രിൽ 22 ഭൗമദിനം. അപ്പോ എന്താണ്? ഭൂമിയെ സംരക്ഷിക്കുക, ഭൂമി സംരക്ഷണം, അതുപോലെ തന്നെ പരിസ്ഥിതിയെ കുറിച്ചുള്ള ഒരു അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുക എന്നൊരു കാരണത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഏപ്രിൽ 22 ലോക ഭൗമദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ. അപ്പൊ മനസ്സിലായില്ലേ? ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. ഡിസംബർ 11 അന്താരാഷ്ട്ര പർവ്വത ദിനമാണ്. മാർച്ച് 22 ജലദിനമാണ്. ഏപ്രിൽ 22 ഭൗമദിനമാണ്. അപ്പൊ അത്രയും കിട്ടിയില്ലേ? അത്രയും കിട്ടിയല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ ശ്രദ്ധിക്കാം.
ഇനി ദേശീയ ജലപാത 3ന്റെ ആകെ ദൈർഘ്യം എത്രയാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇത് പ്രീവിയസ് ഇയറിലുള്ള ചോദ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു ചോദ്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, ഈ ഒരു ഓപ്ഷനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നോക്കുക ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഇത് എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യനെ അടിസ്ഥാനമാക്കി, ഓപ്ഷനെ അടിസ്ഥാനമാക്കി തന്നിരിക്കുന്നതിൽ 205 കേട്ടോ. 205 ഇതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ എന്താണ് കൊല്ലം കോട്ടപ്പുറം പാതയും ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകളും ചേർന്നതാണ് എന്താണ് ദേശീയ ജലപാത 3ന്റെ 3ആയിട്ട് കണക്കാക്കിയിരുന്നത്. അപ്പൊ ഇപ്പോഴോ കൊല്ലം ടു കോഴിക്കോടാണ് അല്ലെ. അപ്പൊ എത്ര കിലോമീറ്റർ ആണ്? 365 കിലോമീറ്റർ ആണ് കേട്ടോ. 365 കിലോമീറ്റർ ആണ്. പിന്നെന്താണ്, കൊല്ലം ടു കോഴിക്കോടാണ് കേട്ടോ. കൊല്ലം ടു കോഴിക്കോടാണ്, കോഴിക്കോട്. അപ്പൊ അതൊരു ഓർമ്മ വേണം. 365 കിലോമീറ്റർ ആണ്. ഇത് പഴയ ഒരു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം എടുത്തത് തന്നെ. 365 കിലോമീറ്റർ ആണ് ഇപ്പോഴത്തെ ദൈർഘ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, കൊല്ലം ടു കോഴിക്കോടാണ്. നേരത്തെ കൊല്ലം ടു കോട്ടപ്പുറമായിരുന്നു, ഇപ്പൊ കൊല്ലം ടു കോഴിക്കോടാണ്. 365 കിലോമീറ്റർ ആണ് കേട്ടോ. ഇനി അടുത്തത് ഇത് ഏതാണ്? 891 കിലോമീറ്റർ ഏതാണ്? 891 കിലോമീറ്റർ ഏതാണ്? അപ്പം 891 കിലോമീറ്റർ ഏതാണ്? അത് സാദിയ ദുബ്രിയാണ് കേട്ടോ. സാദിയ ടു ദുബ്രിയെ കണക്ട് ചെയ്യുന്നതാണ്. സാദിയ ടു ദുബ്രിയെ കണക്ട് ചെയ്യുന്നതാണ്. ബ്രഹ്മപുത്ര നദി വ്യവസ്ഥ ചെയ്തിട്ടുള്ള കേട്ടോ. ബ്രഹ്മപുത്ര നദി കണക്ട് ചെയ്താണ് കേട്ടോ, കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1620 കിലോമീറ്ററോ? അത് അലഹബാദിനെയും അതുപോലെ തന്നെ ഹാൽഡിയും ആണ് കേട്ടോ. അലഹബാദിനെയും അതുപോലെ തന്നെ ഹാൽഡിയും കണക്ട് ചെയ്യുന്നതാണ് ഗംഗാ നദി വ്യവസ്ഥയിൽ കേട്ടോ. അലഹബാദ് അതുപോലെ തന്നെ ഹാൽഡിയ ഗംഗാ നദിയെ വ്യവസ്ഥ ചെയ്തുകൊണ്ട്. അപ്പം മനസ്സിലായില്ല? അപ്പം ഇതൊന്ന് ഓർക്കണം, അറിയാം അല്ലെ. കൊല്ലം ടു കോഴിക്കോടാണ്, കൊല്ലം ടു കോട്ടപ്പുറം ആയിരുന്നു നേരത്തെ. ഇപ്പം അത് 205 കിലോമീറ്റർ ആണ്. ഇപ്പൊ നിലവിൽ എത്രയാണ്? 365 കിലോമീറ്റർ ആണ് ദൈർഘ്യമുള്ളത് കൊല്ലം ടു കോഴിക്കോട്. അപ്പൊ ഓപ്ഷനിൽ ഇതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അപ്പൊ കിട്ടിയല്ലോ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം, ശ്രദ്ധിക്കാം. എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായിട്ടുള്ള സമുദ്രജല സംവിധാനങ്ങൾ ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളാൻ കാരണമാവുന്നു. അപ്പൊ നമുക്ക് എന്താണ്, ഗൈറുകളെ കുറിച്ചാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ഗൈറുകൾ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. നോക്കുക, വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പൊ നമുക്ക് കിട്ടി വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പൊ തിരമാലയല്ല, വേലിയല്ല, സമുദ്രജല പ്രവാഹമല്ല എന്ന് നമുക്ക് കിട്ടി. ഗൈറുകളാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി എന്താണ് ഗൈറുകൾ എന്ന് നോക്കിയാലോ. എന്താണ് ഗൈറുകൾ എന്ന് നോക്കിക്കേ, ശ്രദ്ധിച്ചേ. ഗൈറുകൾ എന്നത് എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്ന വലിയ വൃത്താകൃതിയിലുള്ള സമുദ്രജല പ്രവാഹ സംവിധാനങ്ങളാണ്. അപ്പം എന്താണ്, അപ്പൊ നമുക്ക് ഗൈറുകൾ എന്താണ് നോക്കിക്കേ. എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്ന വലിയ വൃത്താകൃതിയിലുള്ള സമുദ്രജല പ്രവാഹ സംവിധാനങ്ങളാണ് ഗൈറുകൾ എന്ന് പറയുന്നത്. നോക്കിയേ, ഭൂമിയുടെ ഭ്രമണം, അതായത് കോറിയോളിസ് എഫക്റ്റ് ഇല്ലേ, അതുമൂലം കാറ്റുകൾ, ഭൂഖണ്ഡങ്ങളുടെ സ്ഥാനം എന്നിവയുടെ സ്വാധീനത്താല് ഇവ രൂപപ്പെടുന്നത്. എന്തൊക്കെ കൊണ്ടാണ് ഗൈറുകൾ രൂപപ്പെടുന്നത്? ഭൂമിയുടെ ഭ്രമണം, അതായത് കോറിയോളിസ് എഫക്റ്റ് കൊണ്ട്, കാറ്റുകൾ കൊണ്ട്, ഭൂഖണ്ഡങ്ങളുടെ സ്ഥാനം എന്നിവയുടെ സ്വാധീനത്താലാണ് ഗൈറുകള് രൂപപ്പെടുന്നത്. എങ്ങനെയാണ്? വൃത്താകൃതിയിലുള്ള സമുദ്രജല പ്രവാഹമാണ് ഗൈറുകൾ എന്ന് പറയുന്നത്. വലിയ വൃത്താകൃതിയിലുള്ള സമുദ്രജല പ്രവാഹം എവിടെയാണ് രൂപപ്പെടുന്നത്? പ്രധാനമായിട്ടും സമുദ്രങ്ങളുടെ ഉപരിതലത്തിലാണ് രൂപം കൊള്ളുന്നത്. സമുദ്രത്തിന്റെ മുകളിലാണ്, ഉപരിതലത്തിലാണ് രൂപം കൊള്ളുന്നത്. കാരണം എന്തൊക്കെയാണ്? അതായത് ഭൂമിയുടെ ഭ്രമണം, കാറ്റുകള്, ഭൂഖണ്ഡങ്ങളുടെ സ്ഥാനം എന്നിവയുടെ സ്വാധീനത്താലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ എന്താണ് ഗൈറുകൾ എന്ന് മനസ്സിലായില്ലേ? അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ.
അപ്പൊ നമ്മൾ 365 കിലോമീറ്റർ പറഞ്ഞു. 1993 കേട്ടോ ദേശീയ ജലമാർഗമായിട്ട് പ്രഖ്യാപിച്ചത്. അത് നോട്ട് ചെയ്ത് വെച്ചോണേ. 1993 ദേശീയ ജലമാർഗമായിട്ട് പ്രഖ്യാപിച്ചത് കേട്ടോ. അത് ഓർത്ത് വെച്ചോണേ. ഓക്കെ, അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. ഇനി അടുത്തൊരു ചോദ്യമാണ്, തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം ഏതാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഏറ്റവും ഉയരത്തിൽ കാണുന്ന മേഘം ഏതാണ്? സിറസ് ആണോ, സ്ട്രാറ്റസ് ആണോ, നിംബസ് ആണോ, ക്യുമുലസ് ആണോ? നമുക്ക് പ്രധാനപ്പെട്ട മേഘങ്ങളുണ്ട് അല്ലേ? സിറസ് ഉണ്ട്, സ്ട്രാറ്റസ് ഉണ്ട്, നിംബസ് ഉണ്ട്, ക്യുമുലസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഉപരിതലത്തിൽ കാണപ്പെടുന്ന, ഉയരത്തിൽ കാണപ്പെടുന്ന മേഘമാണ് സിറസ് ക്ലൗഡ്സ് കേട്ടോ. സിറസ് ക്ലൗഡ്സ് ആണ് ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്നത്. തൂവല് പോലെ, ഫെദർ പോലെ കാണപ്പെടുന്ന ക്ലൗഡ് ആണ് സിറസ് ക്ലൗഡ്സ്. ഇനി സ്ട്രാറ്റസ് താഴ്ന്ന പാളികളിലാണ് കേട്ടോ. താഴ്ന്ന പാളികളിലുള്ള എന്താണ് ക്ലൗഡ്സ് ആണ് സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിംബസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത് മഴമേഘമാണ് കേട്ടോ. മഴമേഘമാണ് നിംബസ് ക്ലൗഡ്സ്. ഇത് എപ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഈ ന്യൂനമർദ്ദ സമയമില്ലേ, ന്യൂനമർദ്ദത്തിന്റെ സമയത്തും അതുപോലെ തന്നെ എന്താണ് മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പ് കാണുന്ന കാർമേഘമില്ലേ, കാർമേഘം. അപ്പം അതിനെയാണ് എന്ന് പറയുന്നത്? ആ ഇരുണ്ട് മൂടിയ കാർമേഘം, അതിനെയാണ് നിംബസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. മഴമേഘമാണ്. ഇനി ക്യുമുലസ് എന്താണ്? ക്യുമുലസ് വെളുത്ത പഞ്ഞിക്കെട്ട് പോലെയുള്ള എന്താണ് മേഘമാണ് കേട്ടോ. ക്യുമുലസ് വെളുത്ത പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങളില്ലേ, അതാണ് പോലെയുള്ള മേഘം. ഇനി ഈ ക്യുമുലോ നിംബസ് എന്ന് പറയുന്നില്ലേ, ക്യുമുലോ നിംബസ് എന്താണ്? ഇടിമേഘമാണ് കേട്ടോ. ക്യുമുലോ നിംബസ് ഇടിമേഘമാണ് കേട്ടോ. ഇടിമേഘമാണ്. ഇനി നിംബോ സ്ട്രാറ്റസ് മഴമേഘമാണ് കേട്ടോ. മഴമേഘം. ഇനി അങ്ങ് പഠിച്ചു വെച്ചോ. ക്യുമുലോ നിംബസ് ഇടിമേഘം, നിംബോ സ്ട്രാറ്റസ് മഴമേഘം. ക്യുമുലോ നിംബസ് ഇടിമേഘം, നിംബോ സ്ട്രാറ്റസ് മഴമേഘം. ഇങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പം സിറസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഉയരത്തിലുള്ളത്. അതുപോലെ തന്നെ ഏതാണ്? ഫെദർ പോലെയുള്ളതാണ് കേട്ടോ. ഫെദർ പോലെ കാണപ്പെടുന്നതാണ് സിറസ്. അതുപോലെ സ്ട്രാറ്റസ് താഴ്ന്ന ഭാഗത്ത് കാണുന്ന ക്ലൗഡ്സ് ആണ് സ്ട്രാറ്റസ്. പിന്നെ നിംബസ് എന്താണ്? മഴമേഘമാണ്. എപ്പോഴാണ്? ന്യൂനമർദ്ദ സമയത്തും അതുപോലെ തന്നെ ആ മഴയ്ക്ക് മുമ്പുണ്ടാകുന്ന കാർമേഘമില്ലേ, ഇരുണ്ട് മൂടിയ കാർമേഘം. അപ്പം ഇതിനെയാണ് എന്ന് പറയുന്നത്? നിംബസ് മഴമേഘം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ക്യുമുലസ് വെളുത്ത പഞ്ഞിക്കിട്ട് പോലെ കാണപ്പെടുന്ന മേഘങ്ങളില്ലേ, അതിനെയാണ് ക്യുമുലസ് എന്ന് പറയുന്നത്. ഇനിയും എന്താണ്? ക്യുമുലോ നിംബസ് ആണ് ഇടിമേഘം, നിംബോ സ്ട്രാറ്റസ് ആണ് മഴമേഘം. അപ്പൊ എങ്ങനെയാണ്? ക്യുമുലോ നിംബസ് ഇടിമേഘം, നിംബോ സ്ട്രാറ്റസ് മഴമേഘം. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ഈ ക്ലൗഡ്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ പറയണം കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ക്ലാസ് തരാമേ. ഇനി ഞാൻ എല്ലാ ക്ലാസ്സിന്റെയും അവസാനം ഒരു ചോദ്യം ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യണം. കൊങ്കൺ റെയിൽവേയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് കേട്ടോ. കൊങ്കൺ റെയിൽവേയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക. എന്നിട്ട് കൊങ്കൺ റെയിൽവേയുടെ ഭാഗമായ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത്രയൊന്ന് കമന്റ് ചെയ്യണം. ഇനി എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ ക്ലാസ്സുകളെല്ലാം കാണാറുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനായിട്ട് മടിക്കുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് അഫെയർ കണ്ടുപിടിക്കണം, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അപ്പൊ അതിനുള്ള സമയം നമുക്ക് എന്താണ്, ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ പഠിക്കുന്നവരായിക്കോട്ടെ, നമുക്ക് ചിലപ്പോൾ അതിനുള്ള സമയം ഇല്ലാതെ വരാം, സ്വാഭാവികമാണ് അല്ലേ. അപ്പം ആ ഒരു പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ചലഞ്ചർ ആപ്പിൽ പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചലഞ്ചർ ആപ്പിന്റെ ഫസ്റ്റ് ഇന്റർഫേസിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ്, നമുക്ക് കോഴ്സ് അതുപോലെ തന്നെ എക്സാം ഒക്കെ ഉള്ള ഗെയിം ഒക്കെ കളിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ഇന്റർഫേസിന്റെ മുകളിലായിട്ട്
ഫസ്റ്റ് ഇന്റർഫേസിൽ കറണ്ട് അഫെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്. അതായത് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും കറണ്ട് അഫെയർ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. ഓരോ ദിവസത്തെയും. അപ്പം ഇന്നത്തെ കറണ്ട് അഫെയർ വേണോ? അപ്പം അത് ഓരോ ദിവസവും ഇങ്ങനെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൃത്യമായിട്ടുള്ള കറണ്ട് അഫെയർ കാണാവുന്നതാണ്. അപ്പം നമുക്ക് ഓരോ ദിവസത്തെയും നമ്മൾ എടുത്തു കഴിഞ്ഞ് നമ്മളത് പഠിക്കും അല്ലേ? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത്? പഠിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അല്ലേ? അപ്പം അത് എടുത്തു കഴിയുമ്പോഴത്തേനും അതിനകത്ത് ധാരാളം ചോദ്യങ്ങളായിട്ടും ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം അതിന് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഒരു ക്വിസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പം ആ ഡേയിൽ തന്നെ ആ ഡേയുടെ ക്വിസ് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് കയറി എന്ത് ചെയ്യുക? നമുക്കൊരു വിലയിരുത്തൽ നടത്താനായിട്ട് സാധിക്കും. നമ്മൾ അന്ന് എന്താണ് പഠിച്ചത്? ഒരു സ്വയം വിലയിരുത്തൽ നമുക്ക് ആവശ്യമാണല്ലോ. ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അത്യാവശ്യം വേണ്ടത് ഒരു സ്വയം വിലയിരുത്തലാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ബേസിക് ആണോ? അഡ്വാൻസ്ഡ് ആണോ? നമ്മൾ ഏത് ലെവലിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നമുക്ക് വേണം അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വിസുകൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്നത്. കാരണം കറണ്ട് അഫെയർ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ഈ ഒരു ഫീച്ചർ കൊണ്ട് നിങ്ങളെ സഹായിക്കും. കാരണം അതത് ദിവസത്തെ കറണ്ട് അഫെയർ നോക്കുന്നു, അതിനനുസരിച്ചുള്ള ആൻസർ ചെയ്യുന്നു. അപ്പം കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് കറണ്ട് അഫെയർ കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും. നമുക്കറിയാം നടന്നു വരുന്ന പരീക്ഷകളിലൊക്കെ കറണ്ട് അഫെയറിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളത് അറിയാം അല്ലേ? അപ്പം ഓരോ ദിവസത്തെയും കൃത്യമായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കി ക്വിസ് അറ്റൻഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ പഠനം സ്മാർട്ടും അതുപോലെ തന്നെ ഫലപ്രദമാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ചലഞ്ചർ ആപ്പ്. അത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക്